നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ മധ്യകാല കേരളത്തിലെ ഭാഷ, സാഹിത്യം, കലാശാസ്ത്രം ഈ മേഖലകൾ എങ്ങനെയായിരുന്നുവെന്നും അത് നമ്മുടെ PSC എക്സാമുകളിൽ എത്തരത്തിലാണ് ചോദ്യങ്ങളായിട്ട് വരുന്നത് എന്നുമാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ മധ്യകാല കേരളമാണിപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നും. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രാചീന കാലത്ത് കേരളം എന്ന് പറയുന്നത് തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നു. തമിഴിൻ്റെ സ്വാധീനം പ്രകടമായിട്ടുള്ളതും സംസ്കൃതം കലർന്നതുമായിട്ടുള്ള ഒരു മലയാള ഭാഷയാണ് അതുകൊണ്ട് തന്നെ മധ്യകാല കേരളത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രാചീന കേരളം എന്ന് പറയുന്നത് തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നു. തമിഴിൻ്റെ സ്വാധീനം പ്രകടമായിട്ടുള്ളതും സംസ്കൃതം കലർന്നതുമായിട്ടുള്ള രൂപമായിരുന്നു മധ്യകാല കേരളത്തിലെ മലയാള ഭാഷയ്ക്കുണ്ടായിരുന്നത്. 9-ാം നൂറ്റാണ്ട് മുതൽ വട്ടെഴുത്തിൽ എഴുതിയ ലിഖിതങ്ങളിലാണ് ഈ രീതിയിലുള്ള മലയാള ഭാഷ കാണാൻ കഴിയുന്നത്. എങ്ങനെയാണ്? 9-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും വട്ടെഴുത്തിൽ എഴുതിയ ലിഖിതങ്ങളിലാണ് നമുക്ക് ഈ സംസ്കൃതത്തിൻ്റെയും തമിഴിൻ്റെയും ഒക്കെ സ്വാധീനം പ്രകടമായിട്ടുള്ള മലയാള ഭാഷ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന തരിസാപ്പള്ളി, തിരുനെല്ലി ലിഖിതങ്ങളിലൊക്കെ നമുക്കിങ്ങനെ സംസ്കൃതവും തമിഴും കലർന്ന മലയാള ഭാഷയുടെ സ്വാധീനം നമുക്ക് പ്രകടമായിട്ട് തന്നെ കാണാൻ കഴിയും. 12-ാം നൂറ്റാണ്ട് വരെയുള്ള ലിഖിതങ്ങളിൽ ഈ രൂപത്തിലുള്ള എഴുത്തുകൾ കാണാം. ഏത് രൂപത്തിലുള്ളത്? സംസ്കൃതവും തമിഴും കലർന്ന മലയാള ഭാഷയിലുള്ള എഴുത്തുകളൊക്കെ നമുക്ക് 12-ാം നൂറ്റാണ്ട് വരെയുള്ള 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള ലിഖിതങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷമുള്ള എഴുത്തുകളിൽ മലയാളത്തിൻ്റെ സ്വാധീനം കൂടി വന്നു. അതുവരെ സംസ്കൃതവും തമിഴും കലർന്ന ഒരു ഭാഷയായിരുന്നു മലയാളം എന്ന് പറഞ്ഞാൽ, പിന്നീട് മലയാളത്തിൻ്റെ സ്വാധീനം കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയും. 12-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട രാമചരിതം മലയാളത്തിലെ ആദ്യകാല കൃതിയാണ്. മലയാളത്തിലെ ആദ്യകാല കൃതി ഏതാണ്? രാമചരിതം മലയാളത്തിലെ ആദ്യകാല കൃതിയാണ്. മലയാളത്തിലെ ഒരു ആദ്യകാല കൃതിയാണ് ഇത് രാമചരിതം എന്ന് പറയുന്നത്. രാമചരിതം, ശ്രീരാമകവിയുടെ രാമചരിതം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. രാമചരിതം അത്തരത്തിൽ 12-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട, മലയാളത്തിൻ്റെ സ്വാധീനം കൂടി വന്ന കാലത്ത് രചിക്കപ്പെട്ടൊരു കൃതിയാണ് രാമചരിതം. 14-ാം നൂറ്റാണ്ടോടെ മണിപ്രവാള സാഹിത്യ കൃതികൾ രചിക്കപ്പെട്ടു. എപ്പോഴാണ്? 14-ാം നൂറ്റാണ്ടോടെ മണിപ്രവാള സാഹിത്യ കൃതികൾ രചിക്കപ്പെട്ടു. അക്കാലത്തെ പ്രധാനപ്പെട്ട മണിപ്രവാള കൃതികളാണ് ഉണ്ണുനീലി സന്ദേശം, ഉണ്ണിയച്ചി ചരിതം, ചന്ദ്രോത്സവം, അനന്തപുര വർണ്ണനം, വൈശിക തന്ത്രം. എന്തൊക്കെയാണ്? ഒരു 14-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും മണിപ്രവാള സാഹിത്യ കൃതികൾ രചിക്കപ്പെട്ടു. അക്കാലത്തെ പ്രധാനപ്പെട്ട മണിപ്രവാള കൃതികളാണ് ഉണ്ണുനീലി സന്ദേശം, ഉണ്ണിയച്ചി ചരിതം, ചന്ദ്രോത്സവം, അനന്തപുര വർണ്ണനം, വൈശിക തന്ത്രം. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് മനസ്സിലായി? 14-ാം നൂറ്റാണ്ടോടുകൂടിയാണ് മണിപ്രവാള കൃതികൾ രചിക്കപ്പെട്ടതെന്ന് മനസ്സിലായി. അക്കാലത്തെ പ്രധാനപ്പെട്ട മണിപ്രവാള കൃതികളാണ് ഉണ്ണുനീലി സന്ദേശം, ഉണ്ണിയച്ചി ചരിതം, ചന്ദ്രോത്സവം, അനന്തപുര വർണ്ണനം, വൈശിക തന്ത്രം മുതലായവ എന്നും നമുക്ക് മനസ്സിലായി. മണിപ്രവാളം സംസ്കൃതം ഇടകലർത്തി മലയാളത്തിൽ രചിച്ച സാഹിത്യ കൃതികളാണ് മണിപ്രവാള കൃതികൾ. സംസ്കൃതം ഇടകലർത്തി മലയാളത്തിൽ രചിച്ച സാഹിത്യ കൃതികളാണ് മണിപ്രവാളം. മണിപ്രവാളത്തിൽ സന്ദേശകാവ്യവും ചമ്പുകാവ്യങ്ങളും, അതായത് ചമ്പുകാവ്യം എന്ന് പറയുമ്പോൾ ഗദ്യവും പദ്യവും ചേർന്ന കാവ്യങ്ങളാണ് ചമ്പുകാവ്യങ്ങൾ. അപ്പോൾ മണിപ്രവാളത്തിൽ സന്ദേശകാവ്യങ്ങളും ചമ്പുകാവ്യങ്ങളും രചിക്കപ്പെട്ടിട്ടുണ്ട്. സംസ്കൃതം ഇടകലർത്തി മലയാളത്തിൽ രചിച്ച സാഹിത്യകൃതികളാണ് മണിപ്രവാളം എന്നറിയപ്പെട്ടത്. മണിപ്രവാളത്തിൽ സന്ദേശകാവ്യങ്ങളും ചമ്പുകാവ്യങ്ങളും, അതായത് ഗദ്യവും പദ്യവും ചേർന്ന കാവ്യങ്ങളും രചിക്കപ്പെട്ടു. അപ്പം ഭാഷ, സാഹിത്യം, കലാശാസ്ത്രം ഇവ മധ്യകാല കേരളത്തിൽ എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ നോക്കിയത്. നമുക്ക് ഇവിടെ മനസ്സിലാക്കുന്നത് പ്രാചീന കാലത്ത് കേരളം തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നു. തമിഴിൻ്റെ സ്വാധീനം പ്രകടമായതും സംസ്കൃതം ഇടകലർന്നതുമായിട്ടുള്ള ഒരു ഭാഷയായിരുന്നു, മലയാള ഭാഷയായിരുന്നു മധ്യകാല കേരളത്തിലുണ്ടായിരുന്നത്. 9-ാം നൂറ്റാണ്ട് മുതലുള്ള വട്ടെഴുത്തിൽ എഴുതിയ ലിഖിതങ്ങളിലൊക്കെ നമുക്ക് ഈ ഭാഷ കാണാൻ കഴിയും. എന്നാൽ
ഇതിന് ഉദാഹരണങ്ങളാണ് തരിസാപ്പള്ളി, തിരുനെല്ലി ലിഖിതങ്ങളൊക്കെ. അത് കഴിഞ്ഞ് 12-ാം നൂറ്റാണ്ട് വരെയുള്ള ലിഖിതങ്ങളിലാണ് ഇത്തരം എഴുത്തുകൾ ഉള്ളതെങ്കിൽ അതിനുശേഷം എഴുത്തുകളിൽ മലയാളത്തിൻ്റെ സ്വാധീനം കൂടി വന്നു. 12-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട രാമചരിതം മലയാളത്തിലെ എന്താണ് ആദ്യകാല കൃതിയാണ് രാമചരിതം. 14-ാം നൂറ്റാണ്ടോടെ മണിപ്രവാള സാഹിത്യ കൃതികൾ രൂപപ്പെട്ടു. അക്കാലത്തെ പ്രധാനപ്പെട്ട മണിപ്രവാള കൃതികളാണ് ഉണ്ണുനീലി സന്ദേശം, ഉണ്ണിയച്ചി ചരിതം, ചന്ദ്രോത്സവം, അനന്തപുര വർണ്ണനം, വൈശികതന്ത്രം മുതലായവ. മണിപ്രവാളം എന്ന് പറഞ്ഞാൽ സംസ്കൃതം ഇടകലർത്തിയ മലയാളത്തിൽ രചിച്ച സാഹിത്യകൃതികളാണ് മണിപ്രവാള കൃതികളെന്ന് അറിയപ്പെട്ടത്. മണിപ്രവാളത്തിൽ സന്ദേശകാവ്യങ്ങളും ഒപ്പം ചമ്പുക്കളും ഉണ്ടായിരുന്നു. ഗദ്യവും പദ്യവും ഇടചേർന്ന കാവ്യങ്ങളാണ് ഈ ചമ്പുകാവ്യങ്ങളെന്ന് പറയുന്നത്. 15-ാം നൂറ്റാണ്ടായതോടെ ഇത്തരം കൃതികളൊക്കെ ഇത്തരം കൃതികളുടെ രചനയൊക്കെ അവസാനിച്ചു. പിന്നീട് 15-ാം നൂറ്റാണ്ടിൽ നിരണം കവികളിൽപ്പെട്ട രാമപ്പണിക്കർ അഥവാ കണ്ണശൻ മലയാളത്തിലെഴുതിയ കണ്ണശ രാമായണം എന്ന് കേട്ടിട്ടില്ലേ? കണ്ണശൻ മലയാളത്തിലെഴുതിയ രാമായണം, ഭാഗവതം, ശിവരാത്രി മാഹാത്മ്യം എന്നീ കൃതികളും മലയാള ഭാഷയുടെ വളർച്ചയിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ 15-ാം നൂറ്റാണ്ടായപ്പോഴേക്കും മണിപ്രവാള കൃതികൾ പോലുള്ള രചനകളൊക്കെ മണിപ്രവാള കൃതികളുടെയൊക്കെ രചനകളൊക്കെ അവസാനിക്കുകയും 15-ാം നൂറ്റാണ്ടിൽ നിരണം കവികളിൽപ്പെട്ട രാമപ്പണിക്കർ, അപ്പോൾ രാമപ്പണിക്കറാണ് അഥവാ കണ്ണശൻ, അദ്ദേഹം മലയാളത്തിൽ എഴുതിയ രാമായണം, ഭാഗവതം, ശിവരാത്രി മാഹാത്മ്യം എന്നീ കൃതികളൊക്കെ മലയാള ഭാഷയുടെ വളർച്ചയിൽ പ്രധാനപ്പെട്ടവയാണ്. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയാണ് അക്കാലത്ത് മലയാളത്തിൽ രചിക്കപ്പെട്ട മറ്റൊരു കൃതി. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയാണ് അക്കാലത്ത് മലയാളത്തിൽ രചിക്കപ്പെട്ട മറ്റൊരു കൃതി. അപ്പം നിരണം കവികളിൽപ്പെട്ട രാമപ്പണിക്കർ അഥവാ കണ്ണശൻ മലയാളത്തിൽ എഴുതിയ രാമായണം, ഭാഗവതം, ശിവരാത്രി മാഹാത്മ്യം എന്നീ കൃതികളൊക്കെ മലയാള ഭാഷയുടെ വളർച്ചയിൽ വളരെ പങ്കുവഹിച്ച കൃതികളാണ്. അതോടൊപ്പം ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയാണ് അക്കാലത്ത് മലയാളത്തിൽ രചിക്കപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുന്നത്. മധ്യകാല ഇന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഭക്തി സാഹിത്യം മലയാളത്തിലും ഉണ്ടായിരുന്നു. അതുപോലെ മധ്യകാല ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ മധ്യകാല കേരളത്തിലും ഭക്തി സാഹിത്യം ഉണ്ടായിരുന്നു. മലയാളത്തിൽ ഭക്തി സാഹിത്യത്തിൻ്റെ പ്രാധാന്യം നോക്കുകയാണെങ്കിൽ 17-ാം നൂറ്റാണ്ടിൽ പൂന്താനം നമ്പൂതിരി രചിച്ച ജ്ഞാനപ്പാന, ശ്രീകൃഷ്ണ കർണാമൃതം, അതുപോലെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം, കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് തുടങ്ങിയവ അക്കാലത്തെ ഭക്തി സാഹിത്യ കൃതികളാണ്. നമ്മൾ മധ്യകാല ഇന്ത്യയിലെ ഭക്തി പ്രസ്ഥാനങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിലും ഭക്തി സാഹിത്യ കൃതികൾ ഉണ്ടായിരുന്നു. 17-ാം നൂറ്റാണ്ടിൽ പൂന്താനം നമ്പൂതിരി രചിച്ച ജ്ഞാനപ്പാന, ശ്രീകൃഷ്ണ കർണാമൃതം, അതുപോലെ തന്നെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് തുടങ്ങിയവ അക്കാലത്തെ ഭക്തി സാഹിത്യ കൃതികളാണ്. 18-ാം നൂറ്റാണ്ടിലെ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പാട്ടുകളും രാമപുരത്തു വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടും മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വളർച്ചയിൽ വലിയ പങ്കുവഹിച്ചു. വടക്കൻ പാട്ട്, തെക്കൻ പാട്ട് തുടങ്ങിയ വായ്മൊഴി പാട്ടുകളും ഇക്കാലത്ത് പ്രചരിച്ചു. നമ്മൾ പറഞ്ഞു വന്നപ്പോൾ നമ്മളിപ്പോൾ 12-ാം നൂറ്റാണ്ടിലെ കാര്യം പറഞ്ഞു, 14-ാം നൂറ്റാണ്ടായപ്പോഴേ കാര്യം പറഞ്ഞു. 15-ാം നൂറ്റാണ്ടിലേക്ക് എത്തിയപ്പോൾ 15-ാം നൂറ്റാണ്ടിൽ രാമപ്പണിക്കർ അഥവാ കണ്ണശൻ മലയാളത്തിൽ എഴുതിയ രാമായണം, ഭാഗവതം, ശിവരാത്രി മാഹാത്മ്യം തുടങ്ങിയ കൃതികളുടെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞു. പിന്നീട് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയും അക്കാലത്ത് രചിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കൃതിയാണെന്ന് നമ്മൾ പറഞ്ഞു. അവിടുന്ന് നമ്മൾ മധ്യകാല ഇന്ത്യയിലെ പോലെ തന്നെ മധ്യകാല കേരളത്തിലെയും ഭക്തി പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ട്, ഭക്തി സാഹിത്യത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത്. പ്രസ്ഥാനം എന്നതിലുപരി ഭക്തി സാഹിത്യത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അത് 17-ാം നൂറ്റാണ്ടിൽ പൂന്താനം നമ്പൂതിരി രചിച്ച ജ്ഞാനപ്പാന, അതുപോലെ തന്നെ ശ്രീകൃഷ്ണ കർണാമൃതം, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ട് തുടങ്ങിയവയും അക്കാലത്തെ ഭക്തി സാഹിത്യ കൃതികളാണ്. 18-ാം നൂറ്റാണ്ടിലെ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പാട്ടുകളും രാമപുരത്തു വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടും മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വളർച്ചയിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വായ്മൊഴിയായിട്ട് പ്രചരിച്ച വടക്കൻ പാട്ടുകളും തെക്കൻ പാട്ടുകളും ഒക്കെ മലയാള ഭാഷയെ ബലപ്പെടുത്തുന്നതിന് സഹായിച്ചവയാണ്. കേരളത്തിലേക്ക് കുടിയേറിയ നിരവധി ജനവിഭാഗങ്ങളുടെ സംസാര ഭാഷകളും ശൈലികളുമൊക്കെ ഭാഷയുടെ വളർച്ചയിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്.
കേരളത്തിൻ്റെ തെക്കൻ അതിർത്തിയിൽ താമസിക്കുന്നവർ സംസാരിക്കുന്ന ഭാഷയ്ക്ക് തമിഴ് സ്വാധീനവും വടക്കൻ അതിർത്തിയിൽ താമസിക്കുന്നവർക്ക് എന്താണ് കന്നഡ സ്വാധീനവും ഉണ്ട്. അത് നമുക്കിപ്പോഴും പ്രകടമാണ്. കേരളത്തിൻ്റെ തെക്കൻ അതിർത്തിയിലേക്ക് വരുമ്പോൾ തമിഴിൻ്റെ സ്വാധീനവും വടക്കൻ അതിർത്തിയിലേക്ക് പോകുമ്പോൾ കന്നഡയുടെ സ്വാധീനവും അക്കാലത്തും പ്രകടമായിരുന്നു. കടൽ വഴി വന്ന കുടിയേറ്റക്കാരുടെയും കച്ചവടക്കാരുടെയും ഭാഷയുടെ സ്വാധീനവും എവിടെയുണ്ട്? മലയാള ഭാഷയിലുണ്ട്. അറബികളുടെ സ്വാധീനം അറബി മലയാളം എന്ന വരമൊഴി രൂപപ്പെടുത്തി. എന്താണ്? കടൽ മാർഗം വന്ന കച്ചവടക്കാരുടെയും കുടിയേറ്റക്കാരുടെയൊക്കെ ഭാഷയുടെ സ്വാധീനം മലയാള ഭാഷയിൽ കാണാൻ കഴിയും. അങ്ങനെ വന്ന അറബികളുടെ സ്വാധീനം എന്താണ്? അറബി മലയാളം എന്ന വരമൊഴി രൂപപ്പെടുത്താൻ കാരണമായി. 17-ാം നൂറ്റാണ്ടിലെ ഖാസി മുഹമ്മദിൻ്റെ മുഹ്യുദ്ദീൻ മാല അറബി മലയാളത്തിൽ എഴുതിയ കൃതിയാണ്. എന്താണ്? 17-ാം നൂറ്റാണ്ടിൽ നമ്മൾ ഖാസി മുഹമ്മദിൻ്റെ മുഹ്യുദ്ദീൻ മാല, അത് നമ്മൾ മുൻപൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് അറബി മലയാളത്തിൽ എഴുതിയ ഒരു കൃതിയാണ്. ക്രിസ്ത്യൻ മിഷണറിമാരുടെ വരവും അവർ നടത്തിയ രചനകളും ഇതുപോലെ തന്നെ മലയാള ഭാഷയിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയ കൃതികളാണ്. നമുക്ക് 18-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ രചനകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ സംക്ഷേപ വേദാർത്ഥം, അർണൂസ് പാതിരിയുടെ പുത്തൻ പാന, പാറേമാക്കൽ തോമാ കത്തനാരുടെ വർത്തമാന പുസ്തകം, ഇതെല്ലാം എന്താണ്? ക്രിസ്ത്യൻ മിഷണറിമാരുടെ രചനകളാണ്. ഇതും മലയാള ഭാഷയെ വളരെയേറെ സ്വാധീനിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ കലാരൂപങ്ങളിലേക്ക് വരികയാണെങ്കിൽ മധ്യകാല കേരളത്തിലാണ് കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങൾ രൂപം കൊണ്ടതും അതിനൊരു വളർച്ച സംഭവിച്ചതും ഒക്കെ മധ്യകാല കേരളത്തിലാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ മധ്യകാല കേരളത്തിൽ വളർന്നു വന്ന ചില കലാരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ മോഹിനിയാട്ടം, കഥകളി, ഓട്ടൻതുള്ളൽ, തെയ്യം, പടയണി, ഒപ്പന, മാർഗം കളി, ദഫ്മുട്ട്, പരിചമുട്ടുകളി, കൂടിയാട്ടം, ചാക്യാർകൂത്ത്, ചവിട്ടുനാടകം, ഇതൊക്കെ എന്താണ്? മധ്യകാല കേരളത്തിൽ വളർന്നു വന്ന തനത് കലാരൂപങ്ങളാണ്. അതോടൊപ്പം തന്നെ ആയുർവേദം, ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം, വാസ്തുശാസ്ത്രം തുടങ്ങിയ മേഖലകളിലും എന്താണ്? മധ്യകാല കേരളത്തിൽ പുരോഗതി ഉണ്ടായതായിട്ട് നമുക്ക് കാണാം. ഗണിതത്തിലും ജ്യോതിശാസ്ത്രത്തിലും ആഴത്തിലുള്ള നിരീക്ഷണ പരീക്ഷണങ്ങളൊക്കെ നടന്നത് മധ്യകാല കേരളത്തിലാണ്. ശങ്കരനാരായണൻ, സംഗമഗ്രാമ മാധവൻ, വടശ്ശേരി പരമേശ്വരൻ, നീലകണ്ഠ സോമയാജി തുടങ്ങിയവരൊക്കെ എന്താണ്? അക്കാലത്തെ പ്രമുഖരായിട്ടുള്ള ഗണിതശാസ്ത്ര പണ്ഡിതരാണ്.